Hello. Welcome to market discussion of the day. Today, September 17, 2025, ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് വേൾഡ് മൊത്തം, ലോകം മൊത്തം ഫോറക്സ് ട്രേഡിംഗ് ചെയ്യുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാ ആൾക്കാരും വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ദിവസമാണ് ഇന്നെന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇന്ന് നമ്മളുടെ ഈ പറയുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായാൽ അത് മാർക്കറ്റിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും, വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ മാർക്കറ്റ് ഡിസ്കഷനിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നോക്കാം. അതിനുശേഷം നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ടും നോക്കി പോവുകയും ചെയ്യാം. സോ അതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച്, ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാത്രി ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കും 10:30 മണിക്കുമായിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത ആഴ്ച വീണ്ടും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ ബേസിക്കലി എന്താ പറയുക, കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നോക്കുമ്പോൾ ഇന്ന് നമുക്ക് ഓൾറെഡി ഇന്ന് നമുക്ക് CPIയുടെ ഡേറ്റ വരുന്നുണ്ട് യൂറോ സോണിൽ നിന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഓക്കെ, യൂറോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കുക. ആ ഒരു ടൈമിൽ 8:30 മണിക്കാണ് UK ടൈമിംഗ്. 8:30 മണിക്ക് കഴിഞ്ഞാൽ അരമണിക്കൂറുടെ ഉള്ളൂ. അതിനുശേഷം 12 മണിക്ക് ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ചുണ്ട്, ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ചിലുണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ന്യൂസുകൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. രാത്രി UK ടൈമിംഗ് 7 മണിക്കാണ് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്. അതിനുശേഷമുള്ള FOMC പ്രസ് കോൺഫറൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണുകയും ചെയ്യണം. പ്രസ് കോൺഫറൻസ് അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ 4.50 ആണ് ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്. പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാക്കിയാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതേപോലെ അതിനുശേഷമുള്ള പ്രസ് കോൺഫറൻസും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ്റെ സമയത്ത് അത് കഴിഞ്ഞിട്ടുള്ള അരമണിക്കൂറിലായിരിക്കും മാർക്കറ്റ് എങ്ങോട്ടൊന്നില്ലാത്ത ഓട്ടം ഓടുന്നത്, അല്ലേ? സോ അത് ഈ FOMC പ്രസ് കോൺഫറൻസും കാരണമാണ് അങ്ങനൊരു ഓട്ടം ഓടാനായിട്ടുള്ള റീസൺ. ഓക്കെ, സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണുക. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. അത് ത്രൂ നിങ്ങൾക്ക് ലൈവായിട്ട് ഫെഡ് ഷെയർ പവലിൻ്റെ സ്പീച്ച് കേൾക്കുകയും ചെയ്യാം. ഓക്കെ, സോ നാളെ ബേസിക്കലി രാവിലത്തെ ഏഷ്യൻ മാർക്കറ്റിലായിരിക്കും ഉറപ്പായിട്ടും ഈ മാർക്കറ്റിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. ഈ പറയുന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇമ്പാക്റ്റ് നാളെ രാത്രിയായിരിക്കും ഉണ്ടാകുന്നത്. സോ ആ ഒരു സമയത്ത് വളരെ കെയർഫുള്ളായിട്ട്, നാളെ രാത്രിയിൽ നാളത്തെ ഏഷ്യൻ സെഷനിലായിരിക്കും ഉണ്ടാവുക. ആ ഒരു സമയത്ത് വളരെ ഒന്ന് കെയർഫുള്ളായിട്ട് ട്രേഡ് ചെയ്ത് പോവുകയും ചെയ്യുക. ഓക്കെ, സോ കലണ്ടർ ബേസ് ചെയ്ത് അല്ലാതെ നമുക്ക് ഒരുപാട് അല്ലാത്ത ന്യൂസുകളും നടക്കുന്നുണ്ട്. സോ ബേസിക്കലി നമുക്ക് നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UK യിലാണുള്ളത്. സോ US പ്രസിഡന്റും അതേപോലെ തന്നെ UK റൂളിംഗ് പാർട്ടിയുമായിട്ട് പൊളിറ്റിക്കലി അവർ രണ്ട് പാർട്ടിയാണ്. അതുകൊണ്ടിട്ട് രണ്ട് വ്യൂസ് ആണുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. അത് ഉറപ്പായിട്ടും ഗോൾഡിനെ അഫക്റ്റ് ചെയ്യും. അതേപോലെ GBPയും ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി നമുക്ക് കലണ്ടർ പൊളിറ്റിക്കൽ സൈഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ നമ്മൾ അല്ലാതെ നമ്മൾ നേരെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ നേരെ ബേസിക്കലി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്യുന്നത് 146.494 എന്ന് പറയുന്ന റേഞ്ചിലാണ് JPY ഇപ്പോൾ നിൽക്കുന്നത്. JPY ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യത്തിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. 146 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ, അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അത് ഇന്ന് എടുക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ന് ന്യൂസിന് മുന്നേ കിട്ടിക്കഴിഞ്ഞാൽ എടുക്കാം കേട്ടോ. ന്യൂസിന് മുന്നേ ആയിട്ട് ഇറങ്ങണം, മാർക്കറ്റിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം വേറൊന്നും കൊണ്ടിട്ടല്ല, അതായത് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നാണ് എല്ലാ മീഡിയാസിൽ നിന്നും എല്ലാത്തിനകത്തും നമുക്ക് അറിയാൻ പറ്റുന്നത്. ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡും GBP USD യൂറോ USD ഒക്കെ മുകളിലോട്ട് പോവുകയും JPY താഴോട്ട് പോവുകയും ചെയ്യും. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ കച്ചവടം ചെയ്യാതിരിക്കുക. സ്റ്റോപ്പ് ലോസ് എന്തായാലും 145.40 അവിടെയെങ്കിലും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ, എക്സിക്യൂട്ട് ചെയ്യാൻ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.18542 എന്ന് പറയുന്ന റേഞ്ചിലാണ്. സോ യൂറോയെ കുറിച്ച് ഇപ്പം ഓൾ ടൈം ഒരു കുറേ കാലത്തെ വലിയൊരു ഹൈ ആണ് ഇപ്പോൾ നിൽക്കുന്നത്.
സോ നമുക്ക് ഒരു ഡിസിഷൻ നമുക്ക് നാളെ ഇന്നത്തെ ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം എടുക്കുന്നതായിരിക്കും നമുക്ക് സേഫ്റ്റിക്ക് നല്ലതെന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. നാളെ നമുക്ക് തീരുമാനിക്കാം. നാളെ എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് നമുക്ക് മാർക്കറ്റ് എങ്ങാനും താഴെ വീണ് കിട്ടിയാൽ 1.1500 അവിടെ നിന്ന് എടുക്കുക എന്നല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റിയും എൻ്റെ കൺമുന്നിലില്ല എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. നേരെ നമ്മൾ GBP വരുമ്പം 1.3682 എന്ന് പറയുന്ന റേഞ്ചിൽ നിൽക്കുന്നു. അതും എനിക്ക് പ്രത്യേകിച്ച് ഒരു കമൻസും ഇല്ല. പ്രത്യേകിച്ച് താഴെ വീണ് കിട്ടിക്കഴിഞ്ഞാൽ 1.3500 അവിടെ നിന്ന് ബൈ ചെയ്യുക എന്നുള്ളൊരു ഒരേ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് എനിക്ക് GBPയിൽ പറഞ്ഞു തരാനായിട്ടുള്ളത്. അല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല. ന്യൂസിന് മുന്നേ ആയിട്ട് മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയാനായിട്ടുള്ളത്. ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡ് 3675 നിൽക്കുന്നു. ഗോൾഡ് ബേസിക്കലി എല്ലാ ക്യാൻഡിൽസും 3680 മുകളിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. കഴിഞ്ഞ ക്യാൻഡിൽ മാത്രമാണ് 3680 താഴെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. മാർക്കറ്റ് താഴോട്ട് പോകുമോ എന്നെനിക്കറിയില്ല. മാർക്കറ്റ് താഴോട്ട് പോയാൽ 3660 അവിടെ നിന്ന് ബൈ എടുക്കാം. ഞാൻ ഓൾറെഡി ഒരു ബൈ 3680 അവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 3668 കൊടുത്തിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഇതുവരെ ഹിറ്റ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 3680 മുകളിലായിട്ടാണ് ഈ ഒരു മാർക്കറ്റ് അവസാനിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും 3690-95 റേഞ്ചിലോട്ട് വീണ്ടും മാർക്കറ്റ് ഒന്നുകൂടെ സഞ്ചരിക്കാനായിട്ടുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഗോൾഡിലുള്ളത് 3660 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു സേഫ് എൻട്രി നമുക്ക് ഗോൾഡിൽ കിട്ടും എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സോ ഇന്ന് നമുക്ക് അടുത്ത 10 മണിക്കുള്ള ക്യാൻഡിൽ, UK ടൈമിംഗ് 10 മണി, ഇന്ത്യൻ ടൈമിംഗ് 2:30 മണി, ആ ഒരു ക്യാൻഡിൽ, അതായത് ഏഷ്യ ക്ലോസിംഗ് ക്യാൻഡിലും 2680 മുകളിലായിട്ടാണ്, അതിനടുത്തൊക്കെയാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിലും ബൈ എടുത്ത് മുന്നോട്ട് പോകാം. 3668 എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ട് ഫോളോ ചെയ്ത് ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷൻ ആയിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും കൂടുതൽ ആൾക്കാരിലോട്ട് എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പുതിയ വേറെ ബ്രോക്കർ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡറാണ്. സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് നിങ്ങളുടെ സ്റ്റഡി നടത്തുക. എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. എനിക്ക് പേഴ്സണലി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സിനെ കുറിച്ച് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.